വിഷയത്തിൽ അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ പുതിയ വിള്ളൽ വീണോ എന്ന ചോദ്യം ഉയരുകയാണ്. ഇറാൻ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നടത്തിയ നിർണായക ഒരു ഫോൺ സംഭാഷണം അതിന്റെ അന്ത്യമാകട്ടെ സംഘർഷഭരിതമായിരുന്നു എന്നതാണ് ഇവിടെ മാധ്യമ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇരു നേതാക്കളും തമ്മിൽ വലിയ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ സംഭാഷണത്തിലൂടെ തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങളും വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇറാനെതിരെ വീണ്ടും സൈനിക ആക്രമണം നടത്തുന്നതിന് പകരം തന്നെ സമാധാന കരാറിലേക്ക് എത്താനുള്ള നീക്കങ്ങളാണ് അമേരിക്ക ആ ഒരു മുൻഗണന നൽകുന്നതിനെ എടുത്തു സൂചിപ്പിച്ച് നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇതാണ് ഇസ്രായേലിനെ കടുത്ത അസ്വസ്ഥതയിലേക്ക് നയിച്ചതെന്നും പറയുന്നു. ഫോൺ സംഭാഷണത്തിന് പിന്നാലെ തന്നെ നെതന്യാഹു കടുത്ത ഭാഷയിൽ ദേഷ്യത്തിലും വലിയ രീതിയിൽ ആശങ്കാകുലനാകുന്നത് ഇവിടെ കാണാൻ സാധിച്ചു എന്നതാണ് US മാധ്യമമായ അക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതോടെയാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു ഭിന്നതകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനെതിരെ അടുത്ത നീക്കത്തിൽ അമേരിക്ക പിന്നോട്ട് പോകുന്നുവെന്ന വിലയിരുത്തലും ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക വൃത്തങ്ങളിൽ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തന്നെ തകർക്കുവാനും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഭരണകൂടത്തെ അവിടെ ദുർബലപ്പെടുത്തുവാനും വ്യോമാക്രമണം പുനരാരംഭിക്കും എന്നതാണ് നെതന്യാഹു ഇവിടെ ശക്തമായ ഒരു വാദമുഖം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇറാനിൽ നടക്കാനിരുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ താൻ മാറ്റിവെച്ചതായിട്ടാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ US ഇറാനും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കുന്നതിനായി തന്നെ ഖത്തറും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് പ്രാദേശിക മധ്യസ്ഥരുടെ സഹായത്തോടു കൂടി തന്നെ പുതുക്കിയ സമാധാന നിർദ്ദേശം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ് അക്സിയോസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകളിൽ നെതന്യാഹുവിന് വലിയ സംശയമുണ്ട് എന്നും ഇതിനിടെ തന്നെ ഇറാൻ വിഷയത്തിൽ താൻ ആവശ്യപ്പെടുന്നത് എന്തും നെതന്യാഹു ചെയ്യും എന്നതാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. എന്നാൽ തങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണുള്ളതെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും ഒപ്പിടാൻ കഴിയുന്ന ഒരു ഇച്ഛാശക്തിയുള്ള കനത്ത മധ്യസ്ഥ രാജ്യങ്ങൾ തയ്യാറാകുന്നുണ്ട് എന്നതാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞതായി തന്നെ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതി, ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള 30 ദിവസത്തെ ചർച്ചയ്ക്ക് ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുമെന്നും എന്നിരുന്നാൽ പോലും ഈ മുഴുവൻ പ്രക്രിയയിലും ഇസ്രായേൽ ഇപ്പോഴും കടുത്ത സംശയത്തിലാണ് ഉള്ളത്. CNN റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ സർക്കാരിലെ ഒരു പ്രധാന വിഭാഗം വിശ്വസിക്കുന്നത് ഇറാൻ മനഃപൂർവ്വം ചർച്ചകൾ അത് നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്നും തങ്ങളുടെ നിലപാട് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ വീണ്ടും സൈനിക നടപടിയെ അനുകൂലിക്കുന്നതെന്നും കാര്യങ്ങൾ ശരിയായില്ല എങ്കിൽ പിന്നെ യുദ്ധമുണ്ടാകുമെന്നും എന്നിരുന്നാൽ പോലും ചർച്ചകൾ വിജയിച്ചില്ല എങ്കിൽ അമേരിക്ക വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നതാണ് ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.